ഹായ്. സോറി, ഞാനൊരല്പം വൈകി. മനഃപൂർവ്വമല്ല, 1-2 ട്രാഫിക് ജാമിൽ പെട്ടുപോയി. സാരമല്ല, ഞാൻ വിചാരിച്ചാൽ അല്പം നേരത്തെ വന്നു. പിന്നെ വർക്കുകളൊക്കെ എങ്ങനെ പോകുന്നു? നല്ല കോമ്പറ്റീഷൻ അല്ലേ, എങ്കിലും ഒരുവിധം നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് പുതിയൊരു ക്ലയന്റ് വന്നത്. അത് പ്രസാദ് ചെയ്താ നന്നാവൂന്ന് തോന്നി, അതാ കാണണമെന്ന് പറഞ്ഞത്. പറ, എന്താ സംഭവം? ഇതൊരു വിവാഹമാണ്. ലണ്ടനിൽ സെറ്റിൽഡ് ആയ ഒരു ഫാമിലി. നല്ല കാശുകാരാ. അവരുടെ മകളുടെ കല്യാണമാണ്. വരൻ ഇവിടെ നിന്നാ IT കമ്പനിയിലെ ഒരു പ്രോജക്ട് ഓഫീസർ. അതായത് പയ്യനെ വിവാഹം കഴിച്ച് ലണ്ടനിലേക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെയല്ലേ? അങ്ങനെയും പറയാം. അത് നമ്മുടെ വിഷയമല്ലല്ലോ. നമ്മുടെ ടാസ്ക് അതിനെ ഒരു മെമ്മറബിൾ ഇവന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. യെസ്, അതാണല്ലോ നമ്മുടെ വിഷനും മിഷനും. അതെ. കല്യാണക്കുറി അടിക്കുന്നത് മുതൽ ഇവന്റ് മാനേജറുടെ പണി തുടങ്ങും. അവർ തരുന്ന ബന്ധുക്കളുടെ മേൽവിലാസങ്ങൾ തിരക്കി ചെന്ന് അവരെ ക്ഷണിക്കേണ്ടതുൾപ്പെടെ എല്ലാം നമ്മൾ ഏറ്റെടുക്കണം. അവർ കല്യാണത്തിന്റെ തലേദിവസം വരും. കല്യാണം കഴിഞ്ഞാൽ അന്നോ പിറ്റേന്നോ പോവുകയും ചെയ്യും. ഇതായിരിക്കും പ്ലാൻ, അല്ലേ? കറക്റ്റ്. പ്രസാദ് ഇതിനു മുമ്പും ഇതേ മട്ടിലുള്ള ഇവന്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 4-5 എണ്ണം. പറ, ഇവരിപ്പോ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. ഇവിടെ നാഗരികാലം ഉണ്ടായിരുന്നോ? അതാ ഞാൻ ആലോചിച്ചത്. വീട്ടിൽ വെച്ച് കാണണ്ട, അമ്പലത്തിൽ വെച്ച് കാണാന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആളെ കണ്ടില്ലല്ലോ എന്ന്. സോറി വേണുവേട്ടാ, ഞാൻ വേണ്ടപ്പെട്ടവരാരും ഇല്ലാത്ത ഒരു പാവം പെണ്ണാണെന്ന് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ കരുതുന്നത്. തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പൊ പിന്നെ അവരൊക്കെ വേണുവേട്ടനെ കണ്ട ആരാ എന്താന്നൊക്കെ ചോദിക്കും. അത് ഒഴിവാക്കാനാ ഞാൻ ഇവിടെ വെച്ച് കണ്ടാ മതിയെന്ന് പറഞ്ഞത്. മനസ്സിലായി. സത്യം പറഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി രാധ വെളിച്ചത്ത് വരണമെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ പ്രധാനമായും കാണണമെന്ന് പറഞ്ഞത്. ഞാനിടയ്ക്ക് തൃപ്പങ്ങോട്ട് പോയിരുന്നു. രാധ മേഘനാഥനെതിരെ കേസ് നടത്തി വിജയിച്ച കാര്യം അവിടുത്തെ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. രാധ മേഘനാഥനെ എതിരിടാൻ ധൈര്യം കാണിച്ചതിൽ അവർക്ക് വലിയ സന്തോഷവും ആവേശവും ഉണ്ടിപ്പോൾ. രാധമ്മ സുഭദ്രാമയുടെ അവകാശി തന്നെയാണെന്ന് അവരാണയിടുന്നു. പിന്നെ ഒരു കാര്യം കൂടി അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുക. എങ്ങനെയും രാധമ്മയെ കൊണ്ടത് സമ്മതിപ്പിക്കണമെന്നാ അവർ പറയുന്നത്. എന്താ അവരുടെ ആവശ്യം? രാധമ്മയായി അനുജത്തിമാരോടൊപ്പം തൃപ്പങ്ങോട്ട് തറവാട്ടിൽ മടങ്ങിയെത്തണം. പഴയ പ്രതാപം വീണ്ടെടുത്ത് അവിടെ താമസിക്കണം. ഇതാണ് അവരുടെ ആവശ്യം. രാധയ്ക്ക് നേരെ ഇനി മേഘനാഥനല്ല, സാക്ഷാൽ രാവണൻ വന്നാലും അവർ സംരക്ഷിക്കുമെന്നാ പറയുന്നത്. 1-2 പേരുടെ അഭിപ്രായം അല്ല ഇത്. തൃപ്പങ്ങോട് മുഴുവനും രാധയുടെ പിന്നിലുണ്ടാവും. അതിലെനിക്കും ഉറപ്പ് തോന്നുന്നുണ്ട്. ആ കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല വേണുവേട്ടാ. പക്ഷെ എനിക്ക് കുറച്ചു കാര്യങ്ങളും കൂടി ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. പറിച്ചറിയാൻ പറ്റാത്ത കുറച്ച് കമ്മിറ്റ്മെന്റ്സ്. അതൊക്കെ ഒരു കരക്കടിപ്പിക്കാൻ കുറച്ചു നാള് കൂടി കിട്ടിയേ പറ്റൂ. അത് കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് തന്നെ ചെല്ലും. തൃപ്പങ്ങോട്ടുകാർക്കൊപ്പം എന്ത് യുദ്ധത്തിനും തൃപ്പങ്ങോട്ട് വാസുദേവന്റെ മകൾ രാധ ഉണ്ടാവുമെന്ന് പറഞ്ഞേക്കും. അത് പറയാം. മുഖ്യ വിഷയം പക്ഷെ അതല്ല. കോടതി വിധി വന്നിട്ടിപ്പോ ഇത്രയും നാളായി. വിധിയുടെ എക്സിക്യൂഷന് വേണ്ടി നമ്മൾ ഇനി ഒരു ചുവട് പോലും മുന്നോട്ട് വെച്ചിട്ടില്ലെന്ന് രാധ മനസ്സിലാക്കണം. കോടതി വിധി കാലഹരണപ്പെട്ടു പോവില്ല എന്നുവെച്ച് നമ്മളതിനെ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. രാധ ഇവിടെ സ്ഥിരതാമസം ആക്കണമെന്നില്ല. പക്ഷേ തൽക്കാലത്തേക്ക് വിധി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ നീക്കിക്കൂടെ? അതായത് നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നമ്മൾ ഒന്നുപോയി അവകാശം ഉറപ്പിക്കുന്നു എന്ന നിലയിൽ. ഉടൻ അത് ചെയ്താൽ അത് പലതിനുള്ള ആരംഭമായിരിക്കും വേണുവേട്ടാ. ഒരു യുദ്ധത്തിന്റെ തുടക്കമാവോ അത്? തൃപ്പങ്ങോട്ടെ കൊട്ടാരവും സ്വത്തും നമ്മൾ കൈയടക്കിയാൽ മേഘനാഥൻ മര്യാദക്കിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഒരു നിരന്തര യുദ്ധത്തിന്റെ തുടക്കമാവും അത്. അപ്പോ അവിടെ ഞാൻ തന്നെ നിന്ന് അതൊക്കെ മാനേജ് ചെയ്തേ പറ്റൂ എന്ന അവസ്ഥ വരും. അതാണ് പറഞ്ഞത്, ഇവിടുത്തെ കാര്യങ്ങള് ഒരു കരയ്ക്കടുക്കട്ടെ എന്ന്. എന്നിട്ട് മതി നമുക്ക് തൃപ്പങ്ങോട്ട് പോയുള്ള യുദ്ധം ആരംഭിക്കാം. അപ്പോ നമ്മളെല്ലാം പറഞ്ഞതെല്ലാം പക്ക. ഓക്കെ. പറഞ്ഞതുപോലെ ഞാനൊരു ബഡ്ജറ്റ് മെയിൽ ചെയ്യാം. അതും കൂടി നോക്കിയിട്ട് ക്ലയന്റുമായി നമുക്കൊന്നുകൂടി ഇരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി, കാണാം.
അമ്പലത്തിൽ വരുന്ന കാര്യം അഞ്ജലി ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇത് മനഃപൂർവ്വം ഇയാളെ കാണാനുള്ള വരവായിരിക്കാം. ആരയാള്? അന്ന് ആ രാത്രിയിൽ വീടിന്റെ മുന്നിൽ വെച്ച് അഞ്ജലിയോട് സംസാരിക്കാൻ വന്നതും ഇതേ ആളാണ്. എന്താ അഞ്ജലിക്ക് അയാളായിട്ടുള്ള ബന്ധം? എന്തോ ഇവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്നാ ശരി. ശരി. മണിച്ച, എന്തൊരു പൊടി. മണിച്ച, അടവും പോയി. എന്തിനാ അവനെ ഭയങ്കര പേടിപ്പിക്കുന്നത്? നിങ്ങളെ കൊലവിളി കേട്ടപ്പോ ഏതോ മിസൈൽ വീണ് ഭൂമി കുലുങ്ങുന്നല്ല ഞാൻ വിചാരിച്ചത്. എടാ, അവിടെ വെച്ചിരുന്ന ആ പടം കാണുന്നില്ല. സുഭദ്രയുടെ പടം. എന്തു പറ്റി? നീ കണ്ടോ അതെവിടെ പോയെന്ന്? ആ കണ്ട് രാവിലെ തന്നെ ഫോട്ടോ തൂക്കിയെടുത്തോണ്ട് പോണ കണ്ട്. ഭവാനിയമ്മേനെ മോൻ തന്നെ, കോട്ടക്കൽ മോഹനാഥൻ. എന്നിട്ട് നീ ഒന്നും ചോദിച്ചില്ലേ അപ്പോ? ചോദിക്കാതിരുന്നിട്ട് തന്നെ കൈകൊണ്ടും ചൂറിനുകൊണ്ടൊക്കെ വേണ്ടുവോളം കിട്ടുന്നുണ്ട്. പിന്നെ ചോദിച്ചാലുള്ള അവസ്ഥ പറയണോ? ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. ചേടാ, എങ്കിലും ആ ഫോട്ടോ എടുത്ത് എങ്ങോട്ട് കൊണ്ടുപോയെന്ന് ഞാൻ ആലോചിക്കുന്നേ. എനിക്കറിഞ്ഞൂടാ. ചിലപ്പോ വീണ്ടും കൊടുക്കാട്ടിക്കൊണ്ട് കരകാണ്ട നാഞ്ചി നായ്ക്കർ സ്വാമിയെ കാണിക്കുമായിരിക്കും. ഇത് മുകളിലത്തെ മുറി കൊണ്ടുപോയി വെക്കണം. ഞാനിവിടെ പിടിക്കാം. ഏയ്, തൊട്ടുപോരുത്, മാറിക്ക. നിങ്ങൾ അവിടെ കൊണ്ടുവയ്ക്ക. രണ്ടുപേരോടായിട്ടാ പറയുന്നത്. മേലിൽ രണ്ടുപേരുടെയും വൃത്തികെട്ട കൈകൾ കൊണ്ട് ആ ഫോട്ടോയിലെങ്ങാനും തൊട്ടെന്നറിഞ്ഞ വെറുതെ ഒന്നുമല്ല, കോട്ടയ്ക്കൽ ഭവാനിയിൽ നിന്ന് കള്ളം പറഞ്ഞ് പൈസ വാങ്ങിയതിനാ. ഇത്
ജംഗ്ഷനിലെ ഫാത്തിമ ഫാൻസി സ്റ്റോറിൽ നിന്നും കണ്ണെഴുതുന്ന കരി നാഞ്ചി നായ്ക്കരുടെ പ്രസാദക്കൂട്ടെന്നും പറഞ്ഞ് പടത്തിൽ കൊണ്ടുപോയി തൊട്ടതിന് പറയടാ, നീ എത്ര രൂപയാ ഈ കരി കൊണ്ടുവരാൻ അമ്മയെ പറ്റിച്ചെടുത്തത്? നാഞ്ചി നായ്ക്കരുടെ കരി ഒപ്പിച്ചെടുക്കാൻ നീ ഏതൊക്കെ കാടും മലയും താണ്ടിയാടാ പോയത്? പറയടാ. കവലയിലെ ഫാത്തിമ ഫാൻസി സ്റ്റോറിൽ നിന്നും കണ്ണെഴുതുന്ന കരി വാങ്ങിയ അത് അമ്മ അറിയില്ലായിരിക്കും, പക്ഷെ അത് ഞാൻ അറിയുമെന്ന് നിനക്ക് മനസ്സിലായില്ലല്ലോ. മനസ്സിലായ ആ, സന്തോഷം. നീ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാരും അറിയാൻ വേണ്ടി പറയുക. ഇനി ആ ഫോട്ടോയും അതിനു മുന്നിലെ ആ താലിയും മേഘനാഥൻ സ്ഥാപിച്ചിട്ടുള്ള വസ്തുക്കളാ. അത് രണ്ടും അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. ആരും അതിൽ തൊടില്ല. തൊട്ടാൽ അതെന്റെ ഉച്ചയ്ക്ക് വെച്ച കൈയായാലും ശരി, പിന്നത് ഒന്നിലും തൊടാൻ ഉയരില്ല. ഇപ്പോഴേ പറയാ ഞാൻ. സത്യത്തി ഭവാനിയമ്മേ, അവിടെ സ്വാമി. അയ്യോ, വൃത്തികെട്ടവന്മാര് ഇതൊന്നും നേരെ വെച്ചിട്ട് പോയില്ല. നീ വിഷമിക്കണ്ട കേട്ടോ. ദേ, ചില്ലൊക്കെ ഇട്ട് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ആരും അവരുടെ വൃത്തികെട്ട വിരലുകൾ കൊണ്ട് നിന്നെ തൊടില്ല. മാത്രമല്ല, ഇന്നു മുതൽ നിന്നെ ഈ ചുവന്ന പട്ടുകൊണ്ട് ഞാൻ മൂടി വെക്കാൻ പോവുക. എനിക്ക് കാണാൻ വേണ്ടി മാത്രമേ ഞാനിത് മാറ്റൂ. മറ്റാരും നിന്നെ കാണണ്ട. നീ ഇന്നലെ നീ എന്റേത് മാത്രമായിരുന്നു. നാളെ നിന്റെ അനിയത്തിയും എന്റേത് മാത്രമായിരിക്കും. അതിനു വേണ്ടിയാ ഈ പ്രൊട്ടക്ഷൻ. അത് മാത്രം നീ മറക്കാതിരുന്നാ മതി. ആഹാ, സീതമ്മ എപ്പോ വന്നു? കുറച്ചു നേരമായി. അന്ന് പ്രസവത്തിന് കൊണ്ടുപോയ കുട്ടിക്ക് എങ്ങനെയുണ്ട്? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാനവിടെ പെട്ടുപോയെന്ന് തന്നെ പറയാം. ഒരുപാട് കഷ്ടപ്പെട്ടു. അല്ല, നീ എവിടെ പോയതാ? നിന്നെ കാണാത്തോണ്ട് പോവാൻ തുടങ്ങുമായിരുന്നു ഞാൻ നമ്മുടെ വക്കീലില്ലേ, വേണുവേട്ടൻ. വേണുവേട്ടനെ കാണാൻ പോയതാ സീതമ്മേ. സംസാരിച്ചു നിന്നപ്പോ അല്പം താമസിച്ചു പോയി. അല്ല, വക്കീൽ എന്ത് പറഞ്ഞു? തൃപ്പങ്ങോട്ടെ കാര്യങ്ങളിൽ ഇനി തീർപ്പൊന്നും വരാനില്ലല്ലോ. എല്ലാം നമ്മുടെ പരിധിക്ക് തന്നെയല്ലേ? ആ, അതിലിനി പ്രശ്നമൊന്നുമില്ല. എല്ലാം നമ്മുടേതായി കഴിഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനാ വേണുവേട്ടനെ കണ്ടത്. ഞങ്ങള് കേസ് പറഞ്ഞ് ജയിച്ച കാര്യം അവിടെ നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അവർക്കിപ്പോ എന്നെ കാണണോന്ന്, ഞാനവിടെ തിരിച്ചില്ലണോന്ന് അവരൊക്കെ കൂടി വേണുവേട്ടനോട് പറഞ്ഞയച്ചിരിക്കുന്നത്. ആഹാ, അതൊരു നല്ല കാര്യല്ലേ? നിങ്ങൾ മൂന്നാൾ അവിടെ പോയി റാണിമാരായി ജീവിക്കുന്നത് കണ്ടിട്ട് മരിച്ചാലും വേണ്ടില്ല എനിക്ക്. മൂന്നാൾക്കും അല്ല, നാലാൾക്കും എല്ലാ ഐശ്വര്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സീതമ്മ എപ്പോ വന്നു? സീതമ്മ അവിടെ ഏതോ പ്രസവത്തിൽ പെട്ടുപോയതാ. നമുക്ക് മക്കളും കുട്ടികളും ഇല്ലാത്തതുകൊണ്ട് സൗകര്യത്തിന് കിട്ടിയ ആൾക്കാർ വിടൂലെന്നേ, പിടിച്ചു നിർത്തും. എന്ത് ചെയ്യാനാ? അല്ല, പോയ കാര്യം എന്തായി? വർക്ക് നമുക്ക് തന്നെ കിട്ടുമല്ലോ അല്ലേ? അതൊക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിക്കളയാം. അല്ല, അഞ്ജലി ഇപ്പൊ എവിടെ പോയിട്ട് വരാ? ആ, അത് ആ ശോഭാന്റിയുടെ വീട്ടിലൊന്ന് പോയി. അവിടെ മിനിമോളുടെ ജാതകം കൂടെയൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുക. അതിന്റെ സദ്യയുടെയും മറ്റും കാര്യങ്ങൾ സംസാരിക്കാനാ പോയത്. പക്ഷെ ഞാൻ അവിടെ അമ്പലത്തിനോട് നിൽക്കുമ്പോഴേ ഡിറ്റോ അഞ്ജലി പോലെ ഒരാളെ കണ്ടു. അത് അഞ്ജലി ആയിരുന്നില്ലേ? ഏയ് ഇല്ലല്ലോ പ്രസാദേട്ടാ, അത് ഞാനാവില്ല. ഞാനങ്ങോട്ട് പോയതേ ഇല്ല ഇന്നത്തെ ദിവസം. പ്രസാദേട്ടനെ ആള് തെറ്റിയതാവും. അവിടെ ഞാൻ കണ്ടത് അഞ്ജലിയെ തന്നെയാണ്. അഞ്ജലി അവിടെ പോയെന്ന് ഉറപ്പാ. പിന്നെന്തിനാ അവള് കള്ളം പറഞ്ഞത്? ആ കണ്ട മനുഷ്യനുമായി അഞ്ജലിക്ക് എന്ത് ഇടപാടാ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിലെന്തോ രഹസ്യമുണ്ട്. ഞാൻ അറിയാൻ പാടില്ലെന്ന് അഞ്ജലി വിചാരിക്കുന്ന രഹസ്യം. അതെന്തായിരിക്കും? ഈശ്വര, ഞാൻ ഈ ചെയ്യുന്നത് മുഴുവൻ ഗുരുത്വക്കേടാണല്ലോ. എന്ത് കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന, എല്ലാത്തിനും സഹായമായി കൂടെയുള്ള പ്രസാദേട്ടനോട് പോലും കള്ളം പറയേണ്ടി വരുന്നല്ലോ. എന്തൊരു വിധിയായത്. ഒക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് നേരെയാവാൻ ഇനി എത്ര നാള് കാത്തിരിക്കണം. സോറി പ്രസാദേട്ട, എല്ലാം മറച്ചു വെച്ച് കള്ളം പറഞ്ഞതിന് മാപ്പ്. നീ എന്നോട് ക്ഷമിക്ക്. മാപ്പ്. ഈ താലി നിന്റെ മുമ്പിൽ സമർപ്പിച്ച ആഴ്ചകൾ എത്രയെന്നറിയോ നിനക്ക്? എനിക്ക് രാധയെ കണ്ടെത്താനായിട്ടില്ല ഇതുവരെ. താലി മാത്രമല്ല, ഞങ്ങളുടെ വിവാഹ മുഹൂർത്തവും നേരത്തെ തന്നെ കുറിച്ചു വച്ചിട്ടുണ്ട് ഞാൻ. ഉടനെ എനിക്ക് അവളെ ഒന്ന് കാണിച്ചു തരണം. ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കാനും എന്റെ രാധയ്ക്ക് വേണ്ടി എന്ത് ത്യാഗത്തിന് ഞാൻ തയ്യാറാണ്. ആരെ വേണമെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി ഉപേക്ഷിക്കാം. എത്രയും പെട്ടെന്ന് അവളെ നീ എന്റെ മുന്നിൽ എത്തിച്ചു തരണം. സുഭദ്രേ, കേൾക്കുന്നുണ്ടോ നീ? സുഭദ്രേ, 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 സുഭദ്രേ. കഷ്ടം. അങ്ങാടി പഴിച്ചാൽ അമ്മയോടൊന്ന് കേട്ടിട്ടില്ലേ നീ? ഇവര് പഴിച്ചത് അങ്ങാടിയിലല്ല, കോടതിയിലാ. അതും അമ്മയോട് തന്നെ അങ്ങ് തീർക്കുക അവൻ. പിഴച്ചത് കോടതിയിലല്ല ഭവാനിയമ്മേ, അത് രാധയുടെ മുന്നിലാ. അതാ പ്രശ്നം. അതെ അതെ, അവൻ അവൾക്കുള്ള കൊലക്കത്തിയും എനിക്ക് നടന്നതാ. എന്നിട്ടിപ്പോ അവളെ ഒരു തവണ കണ്ണാലെ കണ്ടതോടെ അവന്റെ ആണത്വം തന്നെ പോയി. പെങ്കോന്തൻ. അവനിപ്പോ അമ്മയും വേണ്ട, കുലവും വേണ്ട, ദേശവും വേണ്ട. ശത്രു ആരും മിത്രമാരെന്ന് പോലും അവന് തിരിയാതായി.
ആ ഫോട്ടോയിൽ തൊട്ട കൈവെട്ടും പോലും. നീ കേട്ടതല്ലേ അവൻ ഇന്നലെ പറഞ്ഞതൊക്കെ? വേണ്ടി വന്ന അവൾക്ക് വേണ്ടി അവൻ എന്നെ തന്നെ കൊല്ലുമെന്ന എനിക്കിപ്പോ പേടി. ഭവാനിയമ്മ ഭയപ്പെടണ്ട. മേഘൻ സാറിന്റെ മനസ്സെന്നൊരു കുഞ്ഞാല് പോലെയാണ്. അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അല്പമെങ്കിലും തങ്ങി നിൽക്കുന്നത് രാധാരാധ എന്ന വിചാരം മാത്രമാണ്. ഇനിയിപ്പോൾ രാധയേക്കാൾ ശക്തമായൊരു സ്വാധീനം മേഘൻ സാറിനുണ്ടായാലേ ഈ രാധാരാധ എന്ന വിചാരം മാറുള്ളൂ. അതിനൊരു സ്വാധീന ശക്തി ഇവിടെ ഉണ്ട്. അതൊന്ന് ഒത്തു കിട്ടിയ മേഘൻ സാർ താരിയും രാധയൊക്കെ വിട്ട് അതിലോട്ട് മാറുമെന്നുള്ള ഉറപ്പാ. അതെന്ത് സ്വാധീന ശക്തിയാ? മനസ്സിലായില്ല. നേരം വെളുക്കുന്നവരെ ഭവാനിയമ്മ ഒന്ന് കാത്തിരിക്കേ. നാളെ രാവിലെ ഞാൻ അത് വ്യക്തമാക്കി തരാം. നാളെ തന്നെ.